അപ്പൊ ഇന്നിപ്പോ ഒരു കൂട്ടുകുടുംബത്തിന്റെ സ്ഥാനത്ത് വരുന്നതെന്നാണ് റെസിഡൻസ് അസോസിയേഷൻ. ആ മക്കളുണ്ട്, കുട്ടികളെവിടെ? അല്ല, ഒരാൾ ഓസ്ട്രേലിയയിൽ, ഒരാൾ അമേരിക്കയിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഏകാന്തത വളരെ കൂടുതലാണ് അനുഭവിക്കുന്നത്. ഞങ്ങളൊക്കെ വളരുന്ന കാലത്ത് നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ നാട്. ഇന്ന് എന്റെ വീട്, എന്റെ കുടുംബം, എന്റെ നാട്. വി എന്നുള്ള അവേഴ്സ് എന്നുള്ള ആ കോൺസെപ്റ്റ് മാറി ഐ ആൻഡ് മൈൻ എന്ന്. അപ്പൊ എനിക്ക് എന്തായാലും നോക്കിയാൽ മതി. ഇന്നലെ ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ഒരു വലിയ പ്രശ്നം നമുക്ക് പ്രത്യേകിച്ചും കേരളത്തിൽ വരുന്നത്, നമുക്ക് വയസ്സായ ആളുകൾ കൂടുന്നു, അവരെ നോക്കാൻ ആളില്ല, അവരുടെ ഏകാന്തത. അപ്പൊ ഇന്നിപ്പോ ഒരു കൂട്ടുകുടുംബത്തിന്റെ സ്ഥാനത്ത് വരുന്നതെന്നാണ് റെസിഡൻസ് അസോസിയേഷൻ. ആ മക്കളുണ്ട്, കുട്ടികളെവിടെ? അല്ല, ഒരാൾ ഓസ്ട്രേലിയയിൽ, ഒരാൾ അമേരിക്കയിൽ. അപ്പൊ ഈ കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ല അത് ഞങ്ങൾ ദിവസവും വിളിക്കും, വാട്സാപ്പ് കോൾ വിളിക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ എടുത്താൽ മതി, 2 മിനിറ്റിനാണ് അറിയാം. 2 മിനിറ്റിനാണ് അറിയാം, പക്ഷെ ഒരാൾക്ക് വയ്യെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് 2 മിനിറ്റിനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഏകാന്തത വളരെ കൂടുതലാണ് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് വന്നപ്പോൾ പലരും ഫ്ലാറ്റിനകത്ത് അടച്ച ഒറ്റയ്ക്ക് ഇരുന്ന് വേറെ മനുഷ്യനെ കാണുന്നില്ല. ഇതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അടിച്ചു വരാൻ വരുന്ന ആളില്ലെങ്കിൽ മലക്കരക്കാരിയെങ്കിലും കാണും. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് അവർക്ക് ഡിമെൻഷ്യ, അൽസൈമേഴ്സ്, ഡിപ്രഷൻ ഇതൊക്കെ